കെ ശശീന്ദ്രനെ താഴെയിറക്കി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ശ്രമം പൊളിഞ്ഞതോടെ അടുത്ത നീക്കത്തിന് തയ്യാറെടുത്ത് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ രംഗത്തുണ്ട്. പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാൻ നിലവിലുള്ള മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാനാണ് ചാക്കോയുടെ നീക്കം. എന്നാൽ അതിനു മുൻപ് മന്ത്രിമാറ്റമെന്ന ആവശ്യം ഉയർത്തി തോമസ് കെ തോമസിനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അയക്കും. മുഖ്യമന്ത്രിയുടെ നിലപാട് നേരിട്ട് അറിഞ്ഞ ശേഷം മന്ത്രിമാറ്റം അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധം തുറന്നു പറഞ്ഞാൽ മതിയെന്നാണ് NCP നേതൃത്വത്തിലെ ധാരണ. അനുമതി നൽകിയാൽ 2 ദിവസത്തിനകം തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കാണും. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കുമെന്നാണ് തോമസ് കെ തോമസുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കൂറുമാറ്റ കോഴ ആരോപണം സംബന്ധിച്ച് തന്റെ നിരപരാധിത്വം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി മന്ത്രിസ്ഥാനത്തേക്കുള്ള വാതിൽ തുറന്നെടുക്കാനാണ് തോമസ് കെ തോമസിന്റെ ശ്രമം. കോഴ ആരോപണത്തെക്കുറിച്ച് NCPയുടെ ആഭ്യന്തര സമിതി നടത്തിയ അന്വേഷണത്തിൽ തോമസ് കെ തോമസിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് മന്ത്രിമാറ്റത്തിന് അനുകൂലമല്ലെന്നാണ് ഇതുവരെയുള്ള സൂചന. കെ ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതാണ് നല്ലതെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം CPM ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ വഴി CPM കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മന്ത്രിമാറ്റത്തിന് അനുമതി നേടിയെടുക്കാൻ PC ചാക്കോയും തോമസ് കെ തോമസും ശ്രമിച്ചിരുന്നു. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനോടാണ് ശരത് പവാർ മന്ത്രിമാറ്റത്തിന് വേണ്ടി സംസാരിച്ചത്. ശരത് പവാറിന്റെ അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ച പ്രകാശ് കാരാട്ടിന് നൽകിയ മറുപടിയിലാണ് CPM സംസ്ഥാന നേതൃത്വം തോമസ് കെ തോമസിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് തടയിടുന്ന സമീപനം സ്വീകരിച്ചത്. ശശീന്ദ്രനെ മാറ്റുന്നത് മുന്നണിക്കും സർക്കാരിനും ഗുണം ചെയ്യില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം പ്രകാശ് കാരാട്ടിനെ അറിയിച്ചിരിക്കുന്നത്. തോമസ് കെ തോമസിനെതിരായ കോഴ ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസുമായുള്ള കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കാര്യമായ മാറ്റം വരാൻ സാധ്യതയില്ല. മന്ത്രിമാറ്റം അനുവദിക്കാത്തതിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ കടുത്ത അമർഷത്തിലാണ്. പാർട്ടിയിലെ അനുകൂലികളോട് അമർഷം വ്യക്തമാക്കിയ ചാക്കോ പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും പറയുന്നുണ്ട്. ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുകയാണ് ചാക്കോ ലക്ഷ്യം വെക്കുന്ന ശക്തമായ നടപടി. ആരെ മന്ത്രിയാക്കണം എന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നിരിക്കെ CPM അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് PC ചാക്കോയുടെ നിലപാട്. പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ കഴിയാതെ സംസ്ഥാന അധ്യക്ഷനായിരിക്കാൻ താല്പര്യമില്ലെന്നും ചാക്കോ അടുപ്പമുള്ള നേതാക്കളോട് പറയുന്നുണ്ട്. എന്നാൽ മന്ത്രിയെ മാറ്റാനുള്ള നീക്കം വഷളാക്കിയത് ചാക്കോയാണെന്നാണ് കെ ശശീന്ദ്രന്റെ പ്രതികരണം. വളരെ എളുപ്പത്തിൽ സൗഹാർദ്ദപരമായി കൈക്കൊള്ളാനാവുമായിരുന്ന തീരുമാനം കുളമാക്കി നാണക്കേടുണ്ടാക്കിയത് ചാക്കോയുടെ പാളിച്ചയാണെന്നാണ് ശശീന്ദ്രന്റെ വിമർശനം.